ശ്രീഹരിം പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ഫലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. അമൃതാത്മാക്കളെ, വളരെ നല്ല ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന് വിചാരിക്കാം. കാരണം ജനജീവിതം പലവിധ നന്മകളോടും കൂടി പല നന്മകളെയും ഉൾക്കൊണ്ടുകൊണ്ട് അന്വേഷണം നടത്തുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ ഏറ്റവുമധികം വിഷമിപ്പിക്കുന്ന ഒട്ടുവളരെ രോഗങ്ങൾ കാല അർദ്ധ കർമാദികളുടെ ന്യൂനാതിമിഥ്യായോഗങ്ങൾ കൊണ്ട് വിപുലങ്ങളാകുകയാണ്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ജീവിതം ദുസ്സഹമായിത്തീരുമെന്നുള്ളതും തീർച്ചയാണ്. ഒരു ചികിത്സ എന്ന നിലയിൽ കുറച്ച് മരുന്നുകളെക്കുറിച്ചുള്ള അറിവും കുറച്ച് കൈപുണ്യവുമൊക്കെയുണ്ടെങ്കിൽ ഏത് ഉദരം ഭരിക്കും നടത്താവുന്ന ഒന്നാണ് വൈദ്യവ്യവസായം. പക്ഷെ അത് പ്രയോജനപ്രദമായി തീരണം എന്നുണ്ടെങ്കിൽ അതിനൊരു പാരമ്പര്യ പ്രതിഷ്ഠിതമായ അറിവുണ്ടാകണമെങ്കിൽ അത് മതിയാവില്ല. പ്രത്യക്ഷം, അനുമാനം, ആഗമം, ഇങ്ങനെ മൂന്ന് പ്രമാണഭൂതങ്ങളായ തലങ്ങളിൽ വൈദ്യശാസ്ത്രത്തെ ചിന്തിച്ചു കൊണ്ടുപോകുമ്പോൾ പ്രത്യക്ഷത്തിൽ കുറെ രോഗികൾ രക്ഷപ്പെട്ടു എന്നുള്ളതുകൊണ്ടോ ആരെങ്കിലും കുറച്ച് മരുന്ന് കൊടുത്ത് മാറ്റി എന്നുള്ളതുകൊണ്ടോ അതടുത്ത ഒരാൾക്ക് ചെയ്തു വിജയിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അതിന് ശാസ്ത്രസങ്കേതമുണ്ട് എന്ന് തീരുമാനിക്കാനുമാവില്ല. ആഗമപരങ്ങളായ അറിവുകളെ അടിസ്ഥാനപ്പെടുത്തി രോഗിയുടെ പ്രത്യക്ഷത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് അനുമാനങ്ങളിൽ എത്തിച്ചേർന്ന് മൂന്നും സമഗ്രമായി ഉപയോഗിക്കുവാൻ പാകത്തിന് നിദാനവും സംപ്രാപ്തിയുമെല്ലാം ചേർത്തുവെച്ച് ചെയ്യുകയും അതിനെ അടുത്ത ഒരു തലമുറയ്ക്ക് കൈമാറിക്കൊടുക്കുവാൻ കഴിയുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് വൈദ്യശാസ്ത്രമെന്ന് പറയാൻ കഴിയുക. ആ നിലയിൽ, കാരണം വളരെ ശ്രദ്ധേയരായ ആളുകൾ, ഒന്നാമത് പുതിയ പുതിയ രോഗങ്ങൾ ഇന്ന് വളരെ ആവിർഭവിച്ചു വരികയാണ്. പഴയ രോഗങ്ങളിൽ പലതും അസ്തമിക്കുകയും ചെയ്തിട്ടുണ്ട്. ആയുർവേദത്തിന്റെ ദൃഷ്ടികോണത്തിൽ അത്ര പ്രചാരത്തിലില്ലാതിരുന്ന രണ്ട് രോഗങ്ങളാണ് ഇന്ന് മിക്കവാറും രോഗികളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്വതന്ത്ര നിദാനങ്ങൾ ഇല്ലാത്ത രണ്ട് രോഗങ്ങൾ, ഹൃദ്രോഗവും അർബുദവും. ഗ്രന്ഥിയും അർബുദവും തമ്മിലുള്ള സാമ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അർബുദത്തെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്. അതല്ലാതെ സ്വതന്ത്രമായ ഒരു നിദാനം അത്ര വിപുലമായി ഉണ്ടെന്ന് പറയാനാവില്ല. ഹൃദ്രോഗത്തിന് ഇല്ല തന്നെ. പക്ഷെ ഇന്ന് വ്യാവസായിക വൈദ്യചികിത്സയിൽ ഏറ്റവും അധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് രോഗങ്ങളാണ്. അതിൽ അർബുദം ശസ്ത്രസമർത്ഥമല്ല ഒട്ടും തന്നെ. പക്ഷെ ഏറ്റവും കൂടുതൽ ശസ്ത്രം ഇന്ന് വയ്ക്കുന്നത് അർബുദത്തിനാണ്. ഗ്രന്ഥി ശസ്ത്രസമർത്ഥമാണ്. പ്രാചീനരുടെ കണക്കുകൂട്ടലുകളിൽ നിന്ന് അതീതമായി ശസ്ത്രസമർത്ഥമായ നിലയിൽ അതിനെ കണ്ട് ഇന്ന് ചികിത്സിക്കാൻ തുടങ്ങുമ്പോൾ എത്ര ശതമാനം പ്രയോജനമുണ്ട് എന്നുള്ള കണക്കുകളൊന്നും നമുക്ക് ലഭ്യമല്ല. ശാസ്ത്രീയമാണ് എന്നൊരു സങ്കല്പം കൊണ്ടാണ് നടന്നു പോകുന്നത്. അതിനെ ആയുർവേദത്തിന്റെ ദൃഷ്ടിയിൽ അല്പമൊന്ന് ശാസ്ത്രീയമായി അറിയുന്നത് പോലെ, വളരെ കുറച്ചേ എനിക്കറിയുള്ളൂ. എന്നോട് അതിന്റെ അനുഭവങ്ങളാണ് നിങ്ങളോട് പറയാൻ പറഞ്ഞിരിക്കുന്നത്. കുറെ മരുന്നുകളുടെ ലിസ്റ്റ് ഞാൻ തന്നാൽ പ്രയോജനപ്പെടില്ലെന്നാണ് എന്റെ ധാരണ. അത് മതിയെങ്കിൽ ഞാൻ ആ വഴിക്ക് പോകാം. അല്ല,
ഞാനതിനെ സമീപിക്കുന്ന രീതി നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം, നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച്. രോഗം, അതിനുള്ള ചെയ്യുന്ന കുറെ മരുന്നുകൾ മതിയാകുമെങ്കിൽ ഞാൻ അങ്ങനെ പറയാം. അതല്ല, ഏത് ദൃഷ്ടികോണത്തിലാണ് അത് ചെയ്യുന്നത്, അത് പ്രയോജനപ്പെടുന്നത് എന്നാണെങ്കിൽ 1-2 ഉദാഹരണങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് മരുന്നുകളും പറയാം. സമീപനമാണ് അറിയേണ്ടത്. ഒന്ന്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, മഹാരോഗങ്ങളുടെ പട്ടികയിൽ അർബുദം പെടുന്നതേയില്ല. അതുകൊണ്ട് ആയുർവേദത്തിൽ അത്ര പ്രചാരമൊന്നും ഈ രോഗത്തിന് ലഭിച്ചിരുന്നില്ല. ഒന്നാമത്, ഈ രോഗം അത്ര വിപുലമായി ഉണ്ടായിരുന്നില്ല. ഇന്ന് ഓങ്കോളജിസ്റ്റുകൾ ഉപയോഗിക്കുന്ന രോഗങ്ങളിൽ പലതും പല പേരുകളിലാണ് ആയുർവേദത്തിൽ കിടക്കുന്നത്. ഓങ്കോളജിയുടെ പര്യവേക്ഷണത്തിന് ഉള്ളിൽ വന്നിരിക്കുന്ന രോഗങ്ങൾ വിപുലങ്ങളാണ്. ആയുർവേദത്തിലെ ഉദരം, യകൃതുദരവും പ്ലീഹോദരവും ഏതാണ്ട് കൃമിജങ്ങളായവയുൾപ്പെടെ ആധുനിക ഓങ്കോളജിസ്റ്റുകളുടെ അടുക്കൽ എത്തിച്ചേരുന്നുണ്ട്. അപചി, കണ്ഠരോഹിണി തുടങ്ങി ഒട്ടുവളരെ രോഗങ്ങൾ ആയുർവേദത്തിൽ മറ്റു പേരുകളിൽ അറിയപ്പെടുന്നവ, ഗളകണ്ഠം, ഇവയെല്ലാം ഓങ്കോളജിയിലേക്കാണ് ഇന്നെത്തിപ്പെടുന്നത്. അവയ്ക്കെല്ലാം പൊതുവെയുള്ള പേര് നൽകുന്നതുകൊണ്ടും അവരുടെ പരീക്ഷണ നിരീക്ഷണങ്ങൾ കഴിഞ്ഞ് മാത്രം ആയുർവേദത്തിലെത്തുന്നതുകൊണ്ടും പൊതുവെ ആയുർവേദ ഭിഷഗ്വരന്മാർ ചികിത്സ ഇതിനില്ല എന്ന് പറഞ്ഞു വിടുന്നതാണ് കണ്ടുവരുന്നത്. ചികിത്സ കഴിഞ്ഞ് പലതും അരിഷ്ടത്തോടുകൂടി ആയിക്കഴിഞ്ഞും അങ്ങനെ എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് അർബുദത്തെ കൃത്യമായി നിർവചിച്ച് ആ ശാഖയിൽ മാത്രം നോക്കിയല്ല ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഈ ഡിപ്പാർട്ട്മെന്റ് ഇന്ന് പ്രവർത്തിക്കുന്നത്. ഇത് വളരെയധികം ബുദ്ധിമുട്ടുകൾ രോഗിക്കും അവർക്കും ഉണ്ടാക്കുന്നുണ്ട്. ശസ്ത്രസമർത്ഥങ്ങളല്ലാത്ത അർബുദങ്ങളെ ആയുർവേദത്തിന്റെ നിർവചനമനുസരിച്ച് ഗാത്രപ്രദേശേ ക്വചിദേവദോഷ സമൂർജിത മാംസപ്രതിഷ്ഠ വൃത്തം സ്ഥിരം മന്ദരുജം മഹാന്തം അനൽപമൂലം ചിരവൃദ്ധ്യഭാഗം, ആ ഭാഗങ്ങളിൽ പറയുന്ന അനൽപമൂലമായ, അതുകൊണ്ട് തന്നെയാണ് ശസ്ത്രക്രിയ സമർത്ഥമല്ലാത്തത്. പലയിടത്തേക്കും വേരുകൾ പിടിച്ച് പടർന്നു നിൽക്കുന്ന ആ രോഗത്തെ അതിന്റെ വേരോടുകൂടി എടുത്തു കളയുവാൻ ശസ്ത്രക്രിയയ്ക്കാവില്ല. അതുകൊണ്ട് തന്നെ ക്ലിനിക്കലായി മാത്രമേ അതിനെ സമീപിക്കുവാൻ എളുപ്പമുണ്ടാവൂ. അർബുദവും ഗ്രന്ഥിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഗ്രന്ഥിയെ നമുക്ക് ശസ്ത്ര സാമർഥ്യം കൊണ്ട് എടുത്തു കളയാനാവും. ദ്വിരർബുദവും അധ്യർബുദവും എന്ന 2 സാധ്യതകളുടെ ലോകമുള്ളതുകൊണ്ട് ഒരിക്കൽ എടുത്തു കളഞ്ഞ് ഒരിക്കൽ ചികിത്സിച്ച് ഭേദായി രണ്ടാമത് ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ട്, രണ്ടാമതുണ്ടായാൽ അത് അസാധ്യമാണെന്നാണ് സുശ്രുതൻ പറയുന്നത്. അപ്പൊ രണ്ടാമതുണ്ടാകുന്ന തരത്തിൽ വരുന്ന സെക്കൻഡറീസ് മറ്റൊന്നാണ്. ഒരു വേര്, അതിൽ നിന്ന് വേറെ വേരുകൾ പടർന്നു നിൽക്കുന്നതുകൊണ്ടും ചികിത്സിച്ച് ഭേദാക്കുവാൻ ശസ്ത്രം സാമർഥ്യമുള്ളതല്ല എന്ന് തന്നെയുമല്ല, പഴയകാലത്തുപയോഗിച്ച ശ്രദ്ധ ഉപകരണങ്ങളിൽ സാഹചര്യങ്ങളിൽ ഒക്കെ മാറിയിട്ടുണ്ട്. മനുഷ്യ ശരീരവുമായി പ്രതിപ്രവർത്തിക്കുന്ന ശസ്ത്രങ്ങൾ, കോശങ്ങളോട് പ്രതിപ്രവർത്തിക്കുന്ന ഉറകളും ഉപകരണങ്ങളും, പ്രതിപ്രവർത്തനമുള്ള ഒട്ടേറെ ഔഷധങ്ങൾ, ഇവയെല്ലാം ഇന്ന് വ്യാവസായിക പുരോഗതിയിലുണ്ടായിട്ടുണ്ട്. അതും ഗ്രന്ഥിയെ അർബുദമാക്കി മാറ്റുവാൻ സാധ്യതയുള്ളതാണ്. അതും ഈ രംഗത്തെ വലിയൊരു പ്രശ്നമാണ്. പിന്നീടുള്ളത് രക്താർബുദമെന്ന നമ്മൾ തെറ്റിവിളിക്കുന്ന രക്താർബുദമെന്നത് ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ബ്ലഡ് ക്യാൻസർ അല്ല, 6 വിധങ്ങളായ അർബുദങ്ങളിൽ ഒന്നാണ്. 9 വിധങ്ങളായ ഗ്രന്ഥികളും
6 വിധങ്ങളായ അർബുദങ്ങളും അതിലൊരെണ്ണമാണ് രക്താർബുദം. രക്തധാതുവിൽ ദൂഷ്യം കൂടുമ്പോൾ, അസ്ഥിധാതുവിൽ ദൂഷ്യം കൂടുമ്പോൾ അസ്ഥി അർബുദം, മേധോധാതുവിലെ പരിണാമം കൊണ്ട് മേധോർബുദം. ഇങ്ങനെയുള്ള വകഭേദങ്ങളെ വച്ച് നോക്കുമ്പോൾ പാണ്ഡുതയുടെ ലോകമാണ് ബ്ലഡ് ക്യാൻസർ എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്ന ലോകം. പലതരം പാണ്ഡുത, മസ്തിഷ്ക രക്തസ്രാവം വരെ ഉണ്ടാകാവുന്ന പാണ്ഡുത. 2 പുരാണങ്ങളിൽ വരെ അതിന്റെ ചർച്ചയുണ്ടെന്നാണ് എന്റെ ഓർമ്മ. അതിന്റെ ഔഷധവും പുരാണങ്ങളിൽ പോലും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴെങ്കിലും ആ പ്രത്യേകതരം പാണ്ഡുത ബാധിച്ച വ്യക്തി ലൈംഗിക ചിന്തകൾക്കോ അതിന്റെ പ്രക്രിയകൾക്കോ ദമ്പതി ക്രിയാദികൾക്കോ വിധേയമാകുമ്പോൾ മസ്തിഷ്ക രക്തസ്രാവം ഉണ്ടാവുകയും മരണകാരണമായി തീരുകയും ചെയ്യും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അങ്ങനെ ഒരു പുരാണ കഥാപാത്രത്തെ. അല്ല, പേര് തന്നെ പാണ്ഡു എന്നാണ്. പക്ഷെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ചിത്രകഥയിലും മറ്റുമൊക്കെ ചിത്രമാണ് എന്ന് ധരിച്ച് അങ്ങനെ മലയാളത്തിൽ ഒരു പേരുണ്ടെന്ന് തോന്നുന്നു, പാണ്ഡ്. അതൊരു പാണ്ഡുവിന്റെ വകഭേദമാണെങ്കിലും ആ രീതിയിലാണ് അതിനെ ചിത്രീകരിച്ചു പോരുന്നത്. AML M2 എന്ന ആധുനികർ പറയുന്ന അതിക്ലിഷ്ടമായ, വളരെ കുറച്ചു കാലം മാത്രം ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജീവിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന പാണ്ഡുതയിലെ പ്രത്യേകത കാണാം. അതിനുള്ള ഔഷധവും അവിടെ പറയുന്നുണ്ട്. പിന്നീട് ഒന്നിച്ച് പറയണോ അതോ കൂടെ ഓർത്ത് അങ്ങ് പറഞ്ഞു പോണോ? ചുക്ക്, മുളക്, തിപ്പലി, നാടൻ കോഴിമുട്ടയുടെ തോട്, വരട്ടുമഞ്ഞൾ, പച്ചില, കുംഭക ചൂർണമെന്നാണ് ഇതിന് പ്രാചീനർ പറയുക. പാണ്ഡുതയില് ഹെമറേജിന്റെ സാധ്യത കണ്ടാൽ ഇത് നേരത്തെ കൊടുത്തു തുടങ്ങിയാൽ ഉത്തമമാണ്. മസ്തിഷ്ക രക്തസ്രാവം ഒഴിവാക്കാൻ കഴിയും. വളരെ ഫലപ്രദമാണ്. പ്രയോഗിച്ചു നോക്കി വളരെ പ്രയോജനപൂർണമാണെന്ന് അറിയുന്നവ മാത്രമാണ് പറയുക. അപ്പം അതുകൊണ്ട് ചുക്ക്, മുളക്, തിപ്പലി, നാടൻ കോഴിമുട്ടത്തോട്, വരട്ടുമഞ്ഞൾ, പച്ചില. വരട്ടുമഞ്ഞൾ ഏതിലുപയോഗിക്കുമ്പോഴും പ്രാചീന യോഗങ്ങൾ നോക്കി ഉപയോഗിക്കുകയോ ഇല്ലെങ്കിൽ തേങ്ങ കൂടെ ഉണ്ടാവുകയോ ചെയ്തുവെങ്കിൽ മാത്രമേ കോശങ്ങളിൽ അവ പ്രയോജനപ്പെട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ അത് അതേപടി മലത്തിലൂടെ പോകും. മഞ്ഞള് ചില പ്രത്യേക ദ്രവ്യങ്ങളോട് ചേർന്നാൽ മാത്രമേ അതിന്റെ ഔഷധവീര്യം ശരീരത്തിൽ പ്രയോജനപ്പെടുകയുള്ളൂ. മഞ്ഞൾ തനിച്ച് ഒരുപാട് ഗുളികയൊക്കെ ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന കാലമാണ്. അത് നിഷ്പ്രയോജനമാണ്. കാരണം കുർക്കുമിൻ നമ്മളുടെ ശരീരത്തിനകത്ത് രൂപാന്തരപ്പെടാൻ പ്രയാസമുള്ള ഒരു വസ്തുവാണ്. അത്തരം വസ്തുക്കൾ ആയുർവേദത്തിൽ ഒരുപാടുണ്ട്. അത് ആധുനിക പരീക്ഷണ നിരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ടു പോവുകയാൽ അതിന്റെ പ്രഭാവങ്ങളെ വേണ്ട വിധം ഉപയോഗിക്കുവാനുള്ള ചേർച്ചകൾ അറിയായികയാൽ സിംഗിൾ ഡ്രഗ് തെറാപ്പി ആധുനികരുടെ രീതിയാകയാൽ മിക്കവാറും പരീക്ഷണ നിരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ടാണ് കണ്ടിട്ടുള്ളത്. അതും കൂടെ ഓർക്കുന്നത് ഇത്തരുണത്തിൽ നിന്നാണ്. ക്യാൻസറിനെ കുറിച്ചുള്ള ആധുനിക പഠനവും അതിനെ ആസ്പദമാക്കിയുള്ള നമ്മുടെ സങ്കല്പങ്ങളും ഒന്ന് ചെറുതായി ശ്രദ്ധിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ക്യാൻസർ ഡിറ്റക്ട് ചെയ്ത ആദിമ കാലങ്ങളിൽ അവർ ഡിറ്റക്ട് ചെയ്തിരുന്നത് വളരെ എളുപ്പത്തിലാണ്. മൂത്രത്തിലെ എപ്പിത്തീലിയൽ സെല്ലിന്റെ അളവ് നോക്കിയാണ് ഡിറ്റക്ട് ചെയ്തത്. ഇന്നും എളുപ്പം അത് തന്നെയാണ്. അതിന് കാരണം മോഡേൺ ടേംസിൽ പറയുകയാണെങ്കിൽ എപ്പിത്തീലിയം ടിഷ്യൂസ്, അവിടെയാണ് ഇതിന്റെ തുടക്കം. അതിന് എപ്പിത്തീലിയോമ എന്ന് പറയും. അത് കുറച്ച് വളർന്നാൽ നമ്മൾ വൃത്തം, സ്ഥിരം, മന്ദരുജം, മഹാന്തം എന്ന് പറയുന്നത് പോലെ എപ്പിത്തീലിയോമ, കാർസിനോമ, മെറ്റാസ്റ്റാസിസ് 3 അവസ്ഥയിലൂടെയാണ് ഇത് കടന്നുപോകുന്നത്. അതിൽ മെറ്റാസ്റ്റാസിസ് ആണ് ഫൈനലായിട്ടുള്ള അവസ്ഥ. അപ്പം മിസോഡേമിൽ കണക്റ്റീവ് ടിഷ്യൂവിൽ വരുമ്പോൾ മറ്റൊന്നാണ്. അപ്പം അതുകൊണ്ട് ക്യാൻസറിനെ കണക്കാക്കുമ്പോൾ ആധുനികർ പഠിച്ചിട്ടുള്ളത് എക്സോഡം, മിസോഡം, എൻഡോഡം, ഈ 3 സ്തരങ്ങളെ ആസ്പദമാക്കിയാണ്. ആ പഠനത്തിലൂടെ
ആയുർവേദം പോയാൽ പ്രയോജനമൊന്നും കിട്ടില്ല. കാരണം അവർ പോയ വഴിയിൽ പ്രയോജനമൊന്നുമില്ലാതെ കണ്ണുമിഴിച്ചു നിൽക്കുന്നതാണ് കാലം. ചികിത്സാശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ആധുനികർ സഞ്ചരിച്ച പാതയിൽ സർജറിക്കപ്പുറം ചികിത്സ ഏതാണ്ട് പൂർണ്ണ പരാജയമാണ്. സർജറിക്ക് ശേഷമുള്ള ശസ്ത്രക്രിയയുടെ പരാജയത്തിൽ നിന്ന് ഒരു വൈദ്യസങ്കേതം ഒട്ടേറെ ഗവേഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഔഷധങ്ങൾ കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. ഏത് വൈദ്യശാസ്ത്രത്തിന്റെയും വികാസം നോക്കിയാൽ ഇതറിയാം. ബുദ്ധന്റെ മരണമാണെന്നാണ് എന്റെ ഓർമ്മ ശസ്ത്രക്രിയയെ നിരോധിക്കാനുള്ള കാരണം. ഒരു ശസ്ത്രക്രിയയിൽ വെച്ചാണ് ബുദ്ധൻ മരിച്ചതെന്നാണ് കേട്ടറിഞ്ഞിട്ടുള്ളത്. അത് രാജ്യത്ത് വളരെ പ്രകോപനങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണമാവുകയും രാജാക്കന്മാർ ശസ്ത്രക്രിയയെ നിയന്ത്രിക്കുകയും രാജ അനുമതി ആവശ്യമാണെന്ന് വരികയും ചെയ്തപ്പോൾ ശസ്ത്രക്രിയാ സമർത്ഥങ്ങളായ രോഗങ്ങളെപ്പോലും ചികിത്സിക്കുവാൻ ഔഷധം ആവശ്യമായി വന്ന ഒരു പ്രത്യേക ദശാവിശേഷത്തിലാണ് ഔഷധങ്ങളെ അന്വേഷിച്ചുള്ള നമ്മുടെ യാത്ര വളരെ തീക്ഷ്ണമായത്. ആ തീക്ഷ്ണതയിലൂടെ നോക്കിക്കാണുകയും പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ രോഗങ്ങളൊക്കെ വളരെ സാധ്യങ്ങളാണ് മരുന്നുകൾ ഉപയോഗിച്ച്. അതിന് ദോഷസമ്മൂർച്ഛനത്തെക്കുറിച്ചുള്ള ശക്തമായ ധാരണ നമുക്കുണ്ടാവണം. അതിന് ആധുനികരുടെ രീതി തുടർന്നാൽ പര്യാപ്തമാവില്ല. ആധുനികർ ഇതിനെ മൂന്നായിട്ടാണ് കാണുന്നത്. അതിലൊന്നാണ് പറഞ്ഞത് എക്സോഡേമില്, എപ്പിത്തീലിയൽ ടിഷ്യൂവില് തുടങ്ങി വികസിക്കുന്നത്. രണ്ട് മിസോഡേമില്, കണക്റ്റീവ് ടിഷ്യൂവില്. വളരെ രോഗങ്ങളാണ് കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡറായി ഉണ്ടാകുന്നത്. ആ പേര് ഉപയോഗിക്കുമ്പോൾ തന്നെ ആയുർവേദം പിന്തിരിഞ്ഞു നിൽക്കാറുണ്ട്. ആമവാദം കണക്റ്റീവ് ടിഷ്യൂവിൽ നിന്നാണ്. സമർത്ഥമായ മരുന്ന് ആ രംഗത്ത് കുറവാണെന്നും നിങ്ങളുടെ കോളേജിൽ തന്നെ ആ രംഗത്ത് വളരെ ഫലപ്രദങ്ങളായ ചികിത്സകൾ ഉണ്ടെന്നും അനുഭവം കൊണ്ട് നിങ്ങൾക്കറിയാം. അതിന്റെ തന്നെ വളരെ വിപുലമായ ഒന്നാണ് SLE, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തീമറ്റോസിസ്. ശക്തമായ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡറാണ്. കണക്റ്റീവ് ടിഷ്യൂവിലുള്ള ഡിസോർഡർ ഉണ്ടാകുമ്പോൾ മറ്റൊരു തരം ക്യാൻസറാണ് ഉണ്ടാകുന്നത്. സർക്കോമ എന്നാണ് അതിന്റെ പേര്. വീണ്ടും 3 തരങ്ങളിലും ബാധിക്കുമ്പോൾ, എക്സോഡമിലും മിസോഡമിലും എൻഡോഡമിലും ബാധിക്കുമ്പോൾ തെറക്ടോമ എന്ന പേരിലുള്ള ഒരു ക്യാൻസറാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെയാണ് ആധുനിക രീതിയിൽ പോകുന്നത്. നമുക്ക് അത്രയും തൽക്കാലം ആവശ്യമുള്ളൂ. ഇൻഡിവിജ്വലായി അവയെടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഉദ്ദേശ്യങ്ങൾ സാധിക്കില്ലാത്തതുകൊണ്ട് തൽക്കാലം അത് ഞാൻ അവിടെ സൈഡിൽ വയ്ക്കുകയാണ്. ഈ ആധുനിക സിദ്ധാന്തങ്ങൾക്കെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അല്പായുസേ ഉള്ളൂ എന്ന് കാണാം. അതുകൊണ്ട് ശാസ്ത്രം മാറുന്നതാണെന്നാണ് അതിന്റെ പുറകെ പോയവർ ഇന്ന് പറയുന്നത്. ഇന്നലെ വരെ ശാസ്ത്രം മാറ്റമില്ലാത്തതും സത്യവുമാണ് എന്ന് ശഠിച്ചിരുന്നവർ ശാസ്ത്രം സദാ മാറിക്കൊണ്ടിരിക്കുന്നതാണ്, മാറുന്നതുകൊണ്ടാണ് അതിന് ജീവൻ ഉണ്ടാകുന്നത്, ആയുർവേദത്തിന്റെ സിദ്ധാന്തങ്ങൾ മാറാത്തവയാണ്, അതുകൊണ്ട് അതിന് ജീവൻ കുറവാണ്. രാഷ്ട്രപിതാവ് വരെ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പൊ എന്റെ വിഷയത്തിൽ നിന്ന് പോകും. ഇപ്പൊ പണ്ഡിതന്മാരായ ആയുർവേദ ഭിഷഗ്വരന്മാർ പോലും കഥയറിയാതെ ആട്ടം കാണുന്നതിന്റെ ഭാഗമായി ആയുർവേദത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അർദ്ധസത്യങ്ങളെ ആസ്പദമാക്കി വ്യാഖ്യാനിക്കാറുണ്ട്. പലപ്പോഴും ഇത് ചികിത്സയെ വളരെ ദുർബലമാക്കാറുണ്ട്. ചിലരാണെങ്കിൽ ക്യാൻസർ പണ്ടില്ലായിരുന്നു, ഇപ്പൊ തുടങ്ങിയതാണ് എന്ന അഭിപ്രായക്കാരാണ്. ചിലരെ ആകട്ടെ ക്യാൻസർ പണ്ടുണ്ടായിരുന്നു, ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവുള്ള ശാസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഡിറ്റക്ട് ചെയ്യാനുള്ള ശാസ്ത്രം ശക്തമായി വന്നത്. ഇങ്ങനെയൊക്കെ അഭിപ്രായമുള്ളതാണ്. ചികിത്സയെ അങ്ങനെയല്ല കൊണ്ടുപോകേണ്ടത്. ആയുർവേദത്തിന്റെ അടിസ്ഥാന ചിന്തകളെ സന്നികൃഷ്ട വിജ്ഞാനവും വിപ്രകൃഷ്ട വിജ്ഞാനവും ഉപയോഗിച്ച് വാത പിത്ത കഫങ്ങളെയും ദോഷങ്ങൾ സന്നികൃഷ്ട കാരണമാണ്. കാലാർദ്ധ കർമ്മങ്ങളുടെ അതിമിഥ്യാ ന്യൂനയോഗങ്ങൾ വിപ്രകൃഷ്ട കാരണങ്ങളാണ്. അതിന്റെ കൂടെ
പ്രജ്ഞാപരാധവും മറ്റും വിപ്രകൃഷ്ടവുമാണ്. ഇതിനെ ആസ്പദമാക്കി ദോഷം, ദൂഷ്യം, മലം എന്നിവയുടെ പഠനത്തെ ആശ്രയിച്ച് വ്യാഖ്യാനിക്കുവാനും പഠിക്കുവാനും ചികിത്സിക്കുവാനും കഴിഞ്ഞാൽ ഫലപ്രദമായി ഇത് കൈപ്പിടിയിൽ ഒതുങ്ങും എന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് ആധുനിക ശാസ്ത്രത്തിന്റെ പുരോഗതി സംഭാവന ചെയ്ത ഒരു രോഗമാണ് എന്നുകൂടി കണക്കാക്കി ഇതിനെ സമീപിക്കേണ്ടി വരും. ഹോമിയോപ്പതിയും ആയുർവേദവും പല രോഗങ്ങളെയും പെട്ടെന്ന് തടഞ്ഞു നിർത്തരുത് എന്ന അഭിപ്രായമുള്ള ശാസ്ത്രങ്ങളാണ്. ഒരു പക്ഷേ ആയുർവേദത്തെക്കാൾ കുറച്ചുകൂടി ശക്തമായി ഹോമിയോപ്പതി ഇത് അതിന്റെ തത്വചിന്തയിൽ പറയുന്നുണ്ടെന്നാണ് കാണുന്നത്. ഇന്ന് വളരെ രോഗങ്ങളെ അതിന്റെ ആരംഭദശയിൽ തന്നെ തടയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കുട്ടിക്കാലത്ത് കാണുന്ന കരപ്പനും മറ്റും. എക്സീമ മറ്റൊന്നാണ്. പല ആളുകളുടെയും മൾട്ടിപ്പിൾ മൈലോമ സൂക്ഷ്മമായി ചോദിച്ചാൽ കാലിന്റെ പാദങ്ങളിൽ വരുന്ന വ്രണത്തെ പെട്ടെന്ന് ഉണക്കിയതിന്റെയാണ്. അത് ബ്രെയിനിലാണ് കൂടുതൽ ബാധിക്കുക. മസ്തുളങ്കത്തിൽ നിന്നാണ് പിന്നീട് ഈ വ്യാധിയുടെയും ആധിയുടെയും പോക്കുണ്ടാകുന്നത്. അതിന് പ്രാചീനർ ആ ദുഷ്ടു പുറത്തു കളയാനുള്ള മരുന്നുകൾ ആലോചിച്ച് അകത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആ പഴയ സ്ഥാനത്ത് ഉണങ്ങിയ സ്ഥലത്ത് പൊട്ടുന്നതും കാണാം. പിന്നെ ശുദ്ധീകരണ പ്രക്രിയ തുടങ്ങിയാൽ രോഗി സഹകരിക്കുന്നയാളും വ്യാധി ക്ഷമത്വബലമുള്ളയാളും ആണെന്ന് ഉറപ്പിച്ചിട്ട് ആയുർവേദത്തിൽ പരീക്ഷണത്തിനൊരുങ്ങുമ്പോൾ പഥ്യാദികൾ വളരെ ശക്തമായി രോഗിയോട് പറഞ്ഞു കൊടുക്കുകയും കാല അർദ്ധ കർമ്മങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ രോഗിക്ക് മുൻകൂട്ടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും താൻ കൊണ്ടുപോകാൻ പോകുന്ന അളവിൽ ഓരോ ഔഷധവും ഇന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തുകയും അതിനോട് ഒപ്പം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ഇന്നതൊക്കെ ചെയ്യുമെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ട് വ്യാധി ക്ഷമത്വബലമുള്ള രോഗിയിലാണ് ചെയ്യുന്നതെങ്കിൽ നിശ്ചയമായും വിജയമുണ്ടാകും. അതിനുള്ള ക്ഷമ ആപത്സന്ധികളിൽ പ്രയോഗിക്കുവാനുള്ള ഔഷധങ്ങളുടെ അറിവ്, അത്യാവശ്യം സാമാന്യജ്ഞാനം, കോമൺ സെൻസ്, ആധുനിക വിജ്ഞാനം നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒന്നാണത്. അത് നല്ല പോലെ ഉണ്ടായിരിക്കണം. അത് കയ്യിലില്ലെങ്കിൽ രോഗിയുടെ മുമ്പിൽ നിന്ന് നാം സംഘർഷത്തിലാകുന്നു എന്ന് രോഗി മനസ്സിലാക്കിയാൽ പിന്നെ അയാളെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അയാൾ നമ്മളെ വെറുതെ വിടാനും സാധ്യത കുറവാണ്. അതുകൊണ്ട് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത് ഇത്തരം രംഗങ്ങളിൽ ഇത്തരം രോഗങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ വിപതി ധൈര്യമാണ്. അത് നല്ലതുപോലെ സമ്പാദിക്കണം. അതിനുള്ള പുണ്യവും നമുക്ക് അനിവാര്യമാണ്. ഇതിൽ നല്ലൊരു ശതമാനം രോഗവും അയാട്രോജനിക്കാണ്. അർബുദം ഏതാണ്ട് നല്ലൊരു ശതമാനം വരെ അയാട്രോജനിക്കാണ്. ഔഷധജന്യവും വൈദ്യജന്യവും. അയാട്രോജനിക്ക് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഔഷധജന്യം, ആ പദം കൊടുക്കുന്ന ഔഷധങ്ങളുടെ പ്രതിപ്രവർത്തനം കൊണ്ട് ഉണ്ടാകുന്നു. രണ്ട്, ചികിത്സിക്കുന്ന വൈദ്യൻ ഭയസംഭ്രമങ്ങൾ കാണിക്കുകയോ ഭയപ്പെടുത്തുന്ന വിധം സംഭാഷണം ചെയ്യുകയോ കായികങ്ങള്, വാചികങ്ങള്, മാനസികങ്ങള് ആയ പാപങ്ങൾ രോഗത്തിന്റെ കാരണമാണെന്ന് വാഗ്ഭടൻ പറയുന്ന ഭാഗം നിങ്ങൾ പഠിച്ചിട്ടുള്ള നിലയ്ക്ക് വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സൂക്ഷ്മവുമാണ് കായിക ഘട്ടങ്ങളെക്കാൾ. ആ നിലയിൽ രോഗിയിലുണ്ടാക്കുന്ന ഭയം, ഹിസ്റ്റമിൻ മുതലായവ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുവാനും തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വർദ്ധിക്കുവാനും ഒക്കെ ഇടയാകുന്നതുകൊണ്ട് അയാട്രോജനിക് വിഭാഗത്തിൽ പെടുത്താവുന്ന വളരെ വലിയ ഒരു രോഗമാണ് ഒരർത്ഥത്തിൽ. എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രം പല മേഖലയിൽ ഇതിനെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്.
അവസാനമായി മറ്റൊന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രാചീനർ പറഞ്ഞതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ആധുനികം ഭൂമിയിലുള്ള വളരെ പദാർത്ഥങ്ങളെ ക്യാൻസറോജനിക്കായി കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് ആ സിദ്ധാന്തം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 5 കൊല്ലം 10 കൊല്ലത്തിൽ കൂടുതൽ ആയുസ് ഉണ്ടാവില്ല. ആസ്ബസ്റ്റോസ്, പോളിത്തീൻ, PVC, ചായ, കാപ്പി, കരിഞ്ഞ പദാർത്ഥങ്ങൾ, ഇങ്ങനെ തുടങ്ങി പുരുഷ ബീജവും സ്ത്രീയുടെ അണ്ഡവും വരെ ക്യാൻസറോജനിയാണ്. അവസാനം കണ്ടെത്തിയത് അത് രണ്ടുമാണ്. ഇതിന്റെ ഒന്നും ലോകങ്ങളിലല്ലാതെ ജീവിക്കാനൊട്ട് പറ്റുകയുമില്ല. അങ്ങനെയുള്ള ക്യാൻസറോജനിക്കായിട്ടുള്ള പദാർത്ഥങ്ങൾ ജനിതകങ്ങളിൽ പ്രശ്നമുള്ള സമയങ്ങളിൽ സംയോജിച്ചിട്ടാണ് ഇതുണ്ടാകുന്നത് എന്ന ഒരു അടിസ്ഥാനത്തിലാണ് ആധുനികർ പോകുന്നത്. നമുക്ക് സമീപിക്കാവുന്ന ഏറ്റവും നല്ല ഭാഗം വളരെ തണുത്ത ആഹാരം, അതിയായ വഴിനടപ്പ്, അതിമൈഥുനം, രൂക്ഷവും വിദാഹിയുമായ ആഹാരങ്ങൾ, ഇവയൊക്കെ ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ അത് ഗ്രന്ഥികളെ ഉണ്ടാക്കുന്നു എന്ന പ്രാചീന സങ്കല്പം തന്നെയാണ്. അത് രോഗിയോട് കൃത്യമായി അന്വേഷിച്ചു നോക്കിയാൽ ശരിയാണെന്ന് നമുക്ക് ബോധ്യമാവുകയും ചെയ്യും. എന്നിട്ട് സാധ്യാസാധ്യങ്ങളെ തിരിച്ചറിഞ്ഞ് ചികിത്സ തുടങ്ങിയാൽ ഫലവും ലഭിക്കും. അതിൽ ചിലത് അസാധ്യങ്ങളാണെന്ന് പറയുന്നവ കൂടി, അർബുദത്തിൽ അസാധ്യങ്ങളാണെന്ന് പറയുന്നവ കൂടി വ്യക്തമായ രിഷ്ടലക്ഷണം ഉണ്ടായി കഴിഞ്ഞു എന്ന് തോന്നുന്ന അവസ്ഥയിൽ പോലും ശ്രദ്ധാപൂർവം പരിചരിച്ച് ചെയ്താൽ ഫലം കിട്ടും. അതാണ് എളുപ്പവഴിയെന്ന് തോന്നുന്നു. ഭക്ഷണത്തിൽ വന്ന ആധുനിക ഗവേഷണങ്ങളും ഈ രോഗത്തിന് കാരണമാണ്. ചുരുക്കത്തിൽ ഇന്ന് രോഗമെന്ന് പറയുന്നത് കൂടുതലായും വരുന്നത് നമ്മുടെ ആഹാരം, വിഹാരം മുതലായവയിൽ നിന്നാണ്. അതിന്റെ കൂടുതൽ ഭാഗവും പുകയിലേക്കും മദ്യത്തിനുമൊക്കെ നൽകുന്നു. അത് നല്ലതാണ്, അതിന്റെ ഉപയോഗം കുറയ്ക്കുമെങ്കിൽ. പക്ഷെ കൂടുന്നതായാണ് കണ്ടുവരുന്നത്. കൂടുന്നു എന്നുള്ള നിലയ്ക്ക് ആ വഴിയിൽ ആളുകളെ ചിന്തിപ്പിക്കുമ്പോൾ മസ്തിഷ്കത്തിൽ ഇത് അർബുദമുണ്ടാക്കുന്നതാണ് എന്ന് ഒരു പാറ്റേൺ രേഖപ്പെടുത്തി മസ്തുളങ്കം അതിനെ അർബുദമായി സ്വീകരിച്ചുകൊണ്ടാണ് പിന്നെ കഴിക്കുന്നത്. അത് വളരെ അപകടകരമാണ്. ആ ഭാഗം നമ്മൾ ആധുനിക രീതിയിൽ നിന്ന് ചിന്തിച്ചിട്ടില്ല എന്ന് പറയാം. ഇനി എങ്ങനെയാണ് ഈ രോഗത്തെ ചികിത്സാരംഗത്ത് കാണുന്നത്? അതായിരിക്കുമല്ലോ നിങ്ങൾ കാത്തിരിക്കുന്ന വിഷയം. ചരകം ഭംഗിയായി പറയുന്നൊരു ഭാഗമുണ്ട്. അത് അടിസ്ഥാനമായി വെച്ചുകൊണ്ടാണ് ഈ രോഗത്തെ സമീപിക്കുന്നത്. ശരീര അവയവാസ്തു പരമാണുഭേദേന അപരിസംഖ്യയാ ഭവന്തി അതിസൗഷ്മ്യാത് അതീന്ദ്രിയത്വാച്ച തേഷാം സംയോഗ വിഭാഗേ കാരണം വായു. ഇതിനെ ആസ്പദമാക്കി കോശങ്ങളിൽ ഉള്ള പ്രാണൻ അതിന്റെ സഞ്ചരണത്തിൽ വരുന്ന മാറ്റം കൊണ്ട് കോശത്തിന് ബയോക്ലോക്കിൽ പ്രായഭേദം ആന്തരികമായി വരുന്നു. 81 മുതൽ ഈ സമീപനത്തെ ആസ്പദമാക്കി ഇത് വ്യക്തമായി രോഗികൾക്ക് പറഞ്ഞു കൊടുക്കുകയും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ പറയുകയും അതിനെ ആസ്പദമാക്കിയാണ് ക്യാൻസർ എന്ന രോഗത്തെ ഞാൻ നോക്കിക്കാണുന്നത്. ചരകത്തിലെ ഈ ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശരീര അവയവാസ്തു പരമാണുഭേദേന അപരിസംഖ്യേയാ ഭവന്തി അതിസൗഷ്മ്യാത് അതീന്ദ്രിയത്വാച്ച. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റാത്തത്. ഞങ്ങളത് കണ്ടിട്ടുണ്ട് എന്നാണ് ചരകനും സുശ്രുതനും പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്ത തേഷാം സംയോഗ വിഭാഗേ കാരണം വായു. ഓരോ അവയവവും സൂക്ഷ്മങ്ങളായ അനേകം കോശങ്ങളാൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. കോശമർമ്മങ്ങളെക്കാൾ കോശദ്രവത്തിന് പ്രാധാന്യവും കൂടും. അപ്പോൾ
കോശങ്ങളിൽ, കോശ അവയവങ്ങളിൽ സ്വയം ഒരു ജീവിയെ പോലെയോ ഒരു അവയവത്തെ പോലെയോ പെരുമാറാവുന്ന ഒരു ലോക്കൽ ആക്ഷൻ ഉണ്ടാവും. അതാണ് ഇതിന്റെ കാരണമെന്നാണ് ഞങ്ങൾ സ്വീകരിച്ചത്. എന്ന് പറഞ്ഞാൽ മൈറ്റോസിസിൽ ശക്തമായ മാറ്റമുണ്ടാവും. ക്രമഭംഗത്തിനു പകരം വാർദ്ധക്യത്തിലേക്ക് പെട്ടെന്ന് നയിക്കാവുന്ന ഒരു പദ്ധതി രൂപാന്തരപ്പെടും. വാർദ്ധക്യമാണ് മരണത്തിലേക്ക് പെട്ടെന്ന് നയിക്കുന്നത്. അത് സ്വഭാവമാണ്.